Hello guys, thanks for checking back on my channel, MrChef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോണ്ടിനെന്റൽ ഡിഷാണ് ഗ്രിൽഡ് ചിക്കൻ വിത്ത് മാഷ് പൊട്ടറ്റോ ആൻഡ് ഗ്രേവി. ഈ ഒരു റെസിപ്പി ചെറിയ കുട്ടികൾക്ക് തുടങ്ങി മുതിർന്നവർക്ക് വരെ ഒരേമാതിരി എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. മാഷ് പൊട്ടറ്റോ നല്ല ക്രീമിയാണ്, അതേമാതിരി നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ നല്ല ഫ്ലേവർഫുൾ ആണ്. പിന്നെ ഇത് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് സ്ട്രിംഗ് ബീൻസ് നമ്മൾ സോത്തെ ചെയ്തെടുക്കുന്നുമുണ്ട്. വെറൈറ്റി ഡിഷുകൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു അടിപൊളി ഡിഷാണ് ഗ്രിൽഡ് ചിക്കൻ വിത്ത് മാഷ് പൊട്ടറ്റോ ആൻഡ് ഗ്രേവി. അപ്പോൾ നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും നമ്മളിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം. ഗൈസ്, ആദ്യമായി തന്നെ റെസിപ്പിക്ക് ആവശ്യമായുള്ള ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്യാം. നമ്മളിത് എടുത്തേക്കുന്നത് മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്ത 1 കിലോ ചിക്കനാണ്. ഞാനിത് ഉപയോഗിക്കുന്നത് ചിക്കൻ തൈസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിക്കന്റെ പാർട്സ് ഈ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ആദ്യമായി തന്നെ 1/2 ടേബിൾ സ്പൂൺ സ്മോക്ഡ് പാപ്രിക്ക. നമ്മൾ ഈ റെസിപ്പിക്കായിട്ട് നമ്മളിന്ന് ഉപയോഗിച്ചിരിക്കുന്നത് സ്മോക്ക് പാപ്രിക്കയാണ്. സ്മോക്ക് പാപ്രിക്ക നമ്മുടെ നാട്ടിൽ അധികം കിട്ടാനില്ല, അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് കാശ്മീരി ചില്ലി പൗഡർ സെയിം എമൗണ്ട് ഉപയോഗിച്ചാൽ മതി. സ്മോക്ഡ് പാപ്രിക്കയുടെ എക്സാക്ട് ടേസ്റ്റ് അല്ല, എന്നാൽ കൂടെ നമുക്ക് ഏകദേശം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. 1/2 ടീസ്പൂൺ ഒറഗാനോ, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ. സ്പൈസസ് എല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മാരിനേഷൻ ചിക്കൻ്റെ എല്ലാ പാർട്ടിലും നന്നായി പിടിച്ചതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനെടുത്ത് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് മാഷ് പൊട്ടറ്റോ ഉണ്ടാക്കാനുള്ള പൊട്ടറ്റോ നമുക്കൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമ്മളിന്ന് എടുത്തിരിക്കുന്നത് 1 കിലോ പൊട്ടറ്റോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മളൊരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. പൊട്ടറ്റോ എപ്പോഴും പീല് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം തണുത്ത വെള്ളത്തിലിട്ട് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊരു ബ്രൗൺ കളർ വരും, അത് ഓക്സിഡേഷൻ വഴിയാണ് വരുന്നത്. അത് ഒഴിവാക്കാനായിട്ട് എപ്പോഴും നമ്മൾ വെള്ളത്തിലിട്ട് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം നമ്മളുടെ പൊട്ടറ്റോ നമുക്ക് സ്റ്റവിലേക്ക് വെച്ച് നന്നായിട്ട് കുക്കാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പൊട്ടറ്റോ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ ബീൻസ് ഒന്ന് നമുക്ക് സോത്തെ ചെയ്തെടുക്കാം. സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം 1 സ്പൂൺ ബട്ടർ ഇട്ട് മെൽറ്റ് ആകുമ്പോൾ ഒരു 100 ഗ്രാം ബീൻസ് ഇതിലേക്കിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോത്തെ ചെയ്യാം. സീസൺ ചെയ്യാനായിട്ട് കുറച്ച് സോൾട്ട്, അതുമാതിരി തന്നെ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്ത കുറച്ച് കുരുമുളക്. അതിനുശേഷം നമുക്ക് വീണ്ടും നന്നായിട്ട് ഒന്ന് സോത്തെ ചെയ്യാം. നമ്മളുടെ ബീൻസ് ലൈറ്റായിട്ടൊന്ന് കളർ മാറുമ്പോൾ നമുക്കിതെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. സെയിം പാനിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മളുടെ സ്റ്റൗ സെറ്റ് ചെയ്തിരിക്കുന്നത് ഹൈ ഫ്ലെയിമിലാണ്. ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളുടെ ചിക്കൻ നമുക്കൊന്ന് മറിച്ചിടാം. ഗൈസ്, നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ നമ്മൾ ആദ്യം ഓരോ സൈഡും ഹൈ ഫ്ലെയിമിൽ ഓരോ മിനിറ്റ് നേരം കുക്ക് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം കൂടെ നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 5 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൈസ്, അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ചിക്കൻ ആവശ്യമുള്ളൊരു ഗ്രേവിയാണ്. അപ്പോൾ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് നമ്മൾ സെയിം പാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ സെയിം പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ. നമ്മളുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ അല്ലാന്നുണ്ടെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ ഇടാം. അത് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിട്ട മൈദ ബട്ടറുമായിട്ട് മിക്സായി നന്നായി തിക്കായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം നമുക്ക് ഒഴിക്കാം. വെള്ളം നമ്മൾ കുറച്ചേ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സോസ് ലംസ് ഒന്നും ഇല്ലാണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം സീസൺ ചെയ്യാനായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ്, അതുമാതിരി തന്നെ ഫ്രഷായി ഗ്രൈൻഡ് ചെയ്തെടുത്ത 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് രണ്ടും ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് കാണാൻ മാതിരി സോസ് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്, ഒട്ടും തന്നെ ലംസും ഇല്ല. ഈ ഒരു കൺസിസ്റ്റൻസി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തിക്നെസ്സിൽ എത്തിക്കഴിയുമ്പോൾ നമ്മളുടെ സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം
സോസ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം. നമ്മളുടെ പൊട്ടറ്റോ ഇവിടെ നന്നായിട്ട് വെന്ത മാതിരി തോന്നുന്നുണ്ട്. അടുത്തായി നമുക്കൊരു പീസ് എടുത്തുനിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ക്ലീൻ ആയിട്ട് കട്ടായിട്ടുണ്ട്, അതിനർത്ഥം ഇത് വെന്തിട്ടുണ്ടെന്നാണ്. അടുത്തായി നമുക്ക് സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം നമ്മുടെ പൊട്ടറ്റോയിലെ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് വരാം. പൊട്ടറ്റോയിലെ വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പൊട്ടറ്റോ ഒരു ബോളിലേക്ക് ഇടാം. അതിനുശേഷം നമുക്കൊരു തവി കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മാഷ് ചെയ്തെടുക്കാം. പൊട്ടറ്റോ നന്നായി സ്മാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ബട്ടർ, 1/2 കപ്പ് മിൽക്ക് അല്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ക്രീം ഒഴിച്ചതിന് ശേഷം സീസൺ ചെയ്യാനായിട്ട് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൊടിച്ചത്, കുറച്ച് പാർസ്ലി ഇല്ലാന്നുണ്ടെങ്കിൽ ചോപ്പ് ചെയ്ത മല്ലിയില, ഇതെല്ലാം ഇട്ടതിന് ശേഷം വിസ്ക് കൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ മാഷ് പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഗ്രില്ല് ചെയ്ത ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ബട്ടറിൽ സോത്ത് ചെയ്ത നമ്മളുടെ ബീൻസ് റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊന്ന് പ്ലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളുടെ മാഷ് പൊട്ടറ്റോ ഗ്രിൽഡ് ചിക്കൻ വിത്ത് ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് നോക്കാം. ഗൈസ്, നമ്മളുടെ മാഷ് പൊട്ടറ്റോ ഗ്രിൽഡ് ചിക്കൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളുടെ മാഷ് പൊട്ടറ്റോ സൂപ്പർ ക്രീമിയാണ്. ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടാണ്, നല്ല ഫ്ലേവർ ഉണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം. നമ്മളുടെ കോണ്ടിനെൻ്റൽ ഡിഷ് എന്ന് കേട്ട് നിങ്ങൾ ആരും പേടിക്കരുത്. നിങ്ങൾക്ക് കണ്ട മാതിരി വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. ഈ സെയിം റെസിപ്പി ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ടുള്ള, വളരെ ക്രീമി ആയിട്ടുള്ള, നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പി അല്ലാന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് മീൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. എൻ്റെ ഒരു റെസിപ്പി നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ട്രൈ ചെയ്യണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. കാരണം ഇത്ര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. പ്ലസ് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ഒരു പ്രാവശ്യം അറിഞ്ഞിരിക്കണം. അതാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ പലപ്പോഴും പല റെസിപ്പികളും വളരെ ഡിഫിക്കൽട്ടാണെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ആ നല്ല ടേസ്റ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാണ്ട് പോകുന്നത്. ഇതിലെ ഐറ്റംസ് എല്ലാം നമ്മളുടെ സൂപ്പർ മാർക്കറ്റിൽ, ലോക്കൽ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നതാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിർബന്ധമായിട്ടും നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. കാരണം എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വെറൈറ്റി ഡിഷുകളൊക്കെ ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സിനെ, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ നമ്മളുടെ റെസിപ്പികൾ അയച്ചു കൊടുക്കുക. ഗൈസ്, പിന്നെ നമ്മളുടെ വീഡിയോയ്ക്ക് എല്ലാവരും മറക്കാണ്ട് തന്നെ ലൈക്സ് കൊടുക്കുക. അതുവഴി മാത്രമാണ് നമ്മളുടെ ആൽഗരിതം വർക്കൗട്ട് ചെയ്ത് നമ്മളുടെ ചാനൽ ഗ്രോ ചെയ്യാനല്ല, അല്ലെങ്കിൽ നമ്മളുടെ റെസിപ്പി കൂടുതൽ ആളുകളിലേക്ക് എത്താനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുള്ളൂ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസിപ്പീസ് കാണുവാനായിട്ട് എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻസ് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ വരും. അതുവഴി നിങ്ങൾക്ക് പുതിയ റെസിപ്പീസ്, പുതിയ കുക്കിംഗ് ഐഡിയാസ് കിട്ടുവാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി, ആൻഡ് ഐ സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.